നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ R Nair, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂർ. ഇൻഹേലറുകളുടെ കറക്റ്റായ ഉപയോഗ രീതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലേ, ഒരുപാട് ആളുകൾ ഇന്ന് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആസ്മ, COPD തുടങ്ങിയ ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കാണ് കൂടുതലായും ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻഹേലറുകൾ? നമ്മുടെ സാധാരണയുള്ള ശ്വസന പ്രക്രിയയിലൂടെ തന്നെ മരുന്നുകളെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് ഇൻഹേലേഴ്സ്. ഈ ഇൻഹേലേഴ്സിൽ 2 തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. കൺട്രോളറുകൾ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ്സ്, അതായത് നമ്മുടെ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ, അതായത് കൺട്രോളറുകൾ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ്സ്. അല്ലെങ്കിൽ നമുക്ക് റിലീവേഴ്സ്, അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അസുഖം ഗുരുതരമാവുക, ലക്ഷണങ്ങൾ കൂടുക, അല്ലെങ്കിൽ നമുക്ക് ആസ്മ അറ്റാക്സ്, പെട്ടെന്നൊരു ആസ്മ അറ്റാക്ക് ഉണ്ടാകുക, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ആ രോഗത്തെ ഭേദമാക്കാൻ അല്ലെങ്കിൽ ഉടനടി പേഷ്യൻറ്റിന് ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ റിലീവേഴ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്, കൺട്രോളേഴ്സും അതുപോലെ തന്നെ റിലീവേഴ്സും. വിവിധ തരത്തിലുള്ള ഇൻഹേലേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ്, ഡ്രൈ പൗഡർ ഇൻഹേലേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ് മിസ്റ്റ് ഇൻഹേലേഴ്സ് തുടങ്ങി വിവിധ തരത്തിലുള്ള ഇൻഹേലേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആസ്മ, COPD എന്നുള്ള ഈ രോഗങ്ങളിൽ നമ്മൾ ഗുളികകളോ അല്ലെങ്കിൽ സിറപ്പുകളോ കൊടുക്കാതെ ഇൻഹേലേഴ്സിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും എയർവേസിലേക്ക് ഈ മരുന്ന് എത്തുകയും പെട്ടെന്ന് തന്നെ രോഗിക്ക് ആശ്വാസം നൽകുവാനും ഇൻഹേലേഴ്സിന് കഴിയുന്നുണ്ട്. എന്നാൽ ഈ സിറപ്പുകളോ അല്ലെങ്കിൽ ഗുളികകളോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗുളിക സിറപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിലെത്തുകയും പിന്നീട് ഇത് ബ്ലഡ് വെസൽസിലേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ കുറേ സമയം എടുത്ത് മാത്രമേ രോഗിക്ക് ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഗുളികകളോ സിറപ്പുകളോ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അധികവും ഇൻഹേലേഴ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതാണൊരു പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലർ. ഇതിൻ്റെ മുകൾ വശത്തെ കാനിസ്റ്റർ എന്നും ഇതിന് അക്ടേറ്റർ എന്നും ഇത് ഡോസ് കൗണ്ടർ എന്നും ഈ ഒരു താഴെയുള്ള ഭാഗത്തെ ഇതാണ് മൗത്ത് പീസ്. ഇതിന് മൗത്ത് പീസ് ക്യാപ്പ് എന്നും ഇതിന് മൗത്ത് പീസ് എന്നും പറയും. ഇവിടെ കാണുന്ന ഈ ഡോസ് കൗണ്ടറിൽ ഇനി എത്ര ഡോസ് മരുന്ന് ഈ ഒരു ഇൻഹേലറിൽ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 120 ഡോസസ് ആയിരിക്കും പുതുതായി വാങ്ങിയ ഒരു ഇൻഹേലറിൽ ഉണ്ടാവുക. നമ്മൾ ഓരോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴും ഈ ഡോസ് കൗണ്ട് കുറഞ്ഞു വരികയും ഒരു 40 ഡോസൊക്കെ എത്തുമ്പം ഈ ഒരു ഗ്രീൻ കളർ മാറി ഇവിടെ ഒരു റെഡ് കളർ വരികയും ചെയ്യും. 0 എന്നുള്ള ഇതിലേക്ക് ഡോസ് കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് എങ്ങനെ ഇൻഹേലർ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഒരു പുതിയ ഇൻഹേലർ വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരാഴ്ചയോളം നമ്മളൊരു ഇൻഹേലർ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻഹേലേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു 2 ഡോസ് പുറത്തേക്ക് സ്പ്രേ ചെയ്ത് കളയണം. നന്നായി ഷേക്ക് ചെയ്യുക, മൗത്ത് പീസ് ഓപ്പൺ ചെയ്യുക, ഒരു 2 ഡോസ് പുറത്തേക്ക് കളയുക. ഒരു പുതുതായി വാങ്ങിയ ഇൻഹേലർ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം നമ്മൾ ഉപയോഗിക്കാതെ വെച്ച ഇൻഹേലർ എടുക്കുന്ന സമയത്ത് ഇതാണ് ചെയ്യേണ്ടത്. നമ്മളിനി എങ്ങനെ ഒരു ഇൻഹേലർ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണം. പിന്നീട് നമ്മൾ ഈ ഒരു ഇൻഹേലറിന് ഈ ഒരു പൊസിഷനിൽ എപ്പോഴും നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ, അതായത് കാനിസ്റ്റർ മുകൾ ഭാഗത്തും ഈ ഒരു മൗത്ത് പീസ് താഴെയും വരുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ എപ്പോഴും ഇൻഹേലർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്വാസം എടുത്ത് പുറത്തേക്ക് കളയുക, പിന്നീട് ഇത് നന്നായി ഷേക്ക് ചെയ്യുക. പിന്നീട് ഈ മൗത്ത് പീസ് ഊരുകയും വായിലേക്ക് വെക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് കളയും. നമ്മളെപ്പോഴും ഈ ഒരു കാനിസ്റ്റർ അമർത്തുന്നതിനൊപ്പം തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത്
ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ ശ്വാസം പുറത്തേക്ക് വിടാൻ വേണ്ടി പാടില്ല. ഒരു 10 സെക്കൻഡെങ്കിലും നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം ഒരു 10 സെക്കൻഡുകൾക്ക് ശേഷം മാത്രമേ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാൻ വേണ്ടി പാടുള്ളൂ. അതായത് നമ്മൾ പല്ലുകൾക്കിടയിൽ ഈ ഒരു മൗത്ത് പീസ് വെക്കുക, വായി വെച്ചിത് കവർ ചെയ്യുക, അതിനുശേഷം കാനിസ്റ്റർ അമർത്തുക, അതേ സമയത്ത് തന്നെ ശ്വാസം മുകളിലേക്ക് എടുക്കുക, പിന്നീട് ഒരു 10 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക. എപ്പോഴും ഉപയോഗശേഷം ഈ മൗത്ത് പീസ് കവർ വെച്ച് മൗത്ത് പീസ് എപ്പോഴും കവർ ചെയ്ത് പിടിക്കുക. അതുപോലെ ഉപയോഗിച്ചതിന് ശേഷം എപ്പോഴും നമ്മളൊരു ഇത് വാഷ് ചെയ്യേണ്ട ഒരു തുണി വെച്ച്, ഒരു സാധാരണ തുണി വെച്ച് ഇതൊന്ന് തുടച്ചു കൊടുക്കുക. എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ, അതുപോലെ ഉപയോഗത്തിന് മുമ്പ് നന്നായി ഇത് ഷേക്ക് ചെയ്യാനും മറക്കരുത്. ഒന്നുകൂടി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. നന്നായി ഷേക്ക് ചെയ്യുക, മൗത്ത് പീസ് കവർ ഊരുക, മൗത്ത് പീസ് വായിൽ വെക്കുക, കാനിസ്റ്റർ അമർത്തുക, അതിനോടൊപ്പം തന്നെ ശ്വാസം എടുക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക, പിന്നീട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഇത്രയാണ് ഇൻഹേലർ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ്. ഇനി നമുക്ക് എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം. എപ്പോഴും നമുക്ക് ഈ ഇൻഹേലർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മളൊരു തുണി വെച്ചത് ഈ ഒരു മൗത്ത് പീസ് തുടച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ എപ്പോഴും ഉപയോഗശേഷം ഈ കവർ എപ്പോഴും മൂടി വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. സ്റ്റോർ ചെയ്യുമ്പോഴും എപ്പോഴും കാനിസ്റ്റർ മുകൾ ഭാഗത്തും മൗത്ത് പീസ് താഴെയും വരുന്ന രീതിയിൽ മാത്രം ഇൻഹേലേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുക. സ്പേസർ ഉപയോഗിച്ച് എങ്ങനെ ഇൻഹേലേഷൻ ചെയ്യാമെന്ന് നോക്കാം. പ്രായമേറിയ ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾക്കാണ് അധികവും സ്പേസേഴ്സ് കൊടുക്കുക. അവർക്ക് ഈ ഒരു കാനിസ്റ്റർ അമർത്തുന്ന അതേ സമയത്ത് തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഹേലർ മാത്രമായി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് സ്പേസറും കൂടി ഉപയോഗിച്ച് ഇൻഹലേഷൻ ചെയ്യുക. ഇതാണൊരു സ്പേസർ. ഇതാണ് സ്പേസറിൻ്റെ മൗത്ത് പീസ്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഇൻഹേലർ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ ഇൻഹേലർ നന്നായി ഷേക്ക് ചെയ്യുക, അതിനുശേഷം മൗത്ത് പീസ് കവർ ഊരുക, സ്പേസറിലേക്ക് ഈ ഒരു ഇൻഹേലർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, വായിൽ ഇങ്ങനെ നമുക്ക് ഇൻഹേലർ സ്പേസർ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ അതിൻ്റെ കൂടെ ഒരു സ്പേസർ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇങ്ങനെ ഒരു സ്പേസർ ഉപയോഗിച്ച് ഒറ്റത്തവണ മാത്രം വലിച്ചെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, അത്രയും ബുദ്ധിമുട്ടുള്ള പ്രായമേറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10 പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്പേസറിനകത്ത്, അതായത് ഒറ്റത്തവണ വലിച്ചെടുക്കുന്നതിന് ഒരു 10 പ്രാവശ്യം സാധാരണ ശ്വസിക്കുന്നത് പോലെ നമുക്കൊരു 10 പ്രാവശ്യം ശ്വസിച്ച് ഈ സ്പേസറിനകത്തുള്ള മരുന്ന് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് സ്പേസർ ഉപയോഗിച്ച് നമ്മൾ ഇൻഹലേഷൻ ചെയ്യുന്നത്. ഇനി നമുക്കൊരു സ്പേസർ എങ്ങനെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഒരു സ്പേസർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സോപ്പോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് അകത്തേക്ക് കഴുകാതെ റണ്ണിങ് വാട്ടറിൽ ഇത് വെക്കുകയും അങ്ങനെ ഒരു വെള്ളം ഇതുവഴി ഈ ഒരു സ്പേസറിനകത്തോടി കടത്തി വിടുകയും, അതുപോലെ ഇതിനകത്ത് തുണിയൊന്നും വെച്ച് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു സാധാരണ നമ്മളൊരു റൂമിൽ വെച്ച് ഉണക്കിയെടുത്താൽ മതിയാവും. അല്ലാതെ ഇതിനകത്ത് തുണിയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ച് റബ്ബ് ചെയ്യാനൊന്നും പാടില്ല. അതുപോലെ എപ്പോഴും ഇങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു സ്റ്റോർ ചെയ്യുന്ന എപ്പോഴും ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രോഗികൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പുതുതായി വന്നിട്ടുള്ള ഒരു രീതിയാണ് സിങ്കോ ബ്രേത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നൊരു കാനിസ്റ്റർ കാര്യങ്ങളൊന്നുമില്ല, ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി ഒരു സിങ്കോ ബ്രത്ത് വാങ്ങിക്കഴിഞ്ഞാലും ഇതിൽ നിന്ന് 2 ഡോസ് അല്ലെങ്കിൽ 2 സ്പ്രേ നമ്മൾ പുറത്തേക്ക് കളയണം. ഇതാണ് അതിൻ്റെ മൗത്ത് പീസ്, ഡോസ് കൗണ്ടർ, അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും. നമ്മൾ ഇതുപയോഗിച്ച് 2 ഡോസ് ഇൻഹേലർ സ്പ്രേ മരുന്ന് പുറത്തേക്ക് കളയണം. ഈ ഒരു മൗത്ത് പീസ് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞ് അടച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് രണ്ടാമതൊരു പ്രാവശ്യം ഇതിൽ നിന്ന് മരുന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ.
ഇനി നമ്മളിത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ പുറത്തേക്ക് വരില്ല. ഈ ഒരു മൗത്ത് പീസും കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത് നമുക്കൊരു പഫ് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ക്യാനിസ്റ്റർ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. മൗത്ത് പീസ് കവർ ഓപ്പൺ ചെയ്യുക, വായിലേക്ക് വെക്കുക. ഇത് നമ്മൾ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായി ശ്വാസം എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാനിസ്റ്റർ അമർത്തുന്നില്ലാന്നേ ഉള്ളൂ. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ക്ലിക്ക് എന്നുള്ളൊരു സൗണ്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ വായ്ക്കകത്തേക്ക് മരുന്നെത്തി നമുക്ക് ഉറപ്പായാലും മാത്രം ശ്വസനം നിർത്തുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 10 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക, മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെയാണൊരു സിങ്കോ ബ്രെത്ത് ഉപയോഗിക്കുന്നത്. ഇത് ക്യാനിസ്റ്റർ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ശ്വസിക്കുന്ന പോലെ ശ്വസിച്ച് നന്നായി ശ്വാസകോശത്തിലേക്ക് എത്തുമ്പോൾ നന്നായി ശ്വസിച്ച് ഈ ഒരു മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. ഡോസ് കൗണ്ടർ ഉണ്ട്. ഓരോ പ്രാവശ്യവും മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോസ് കൗണ്ടറിൽ നിന്ന് കൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു 40 ഒക്കെ എത്തുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ കളർ മാറി ഒരു റെഡ് കളറിലേക്ക് വരും. പിന്നീട് ഒരു 0 ആവുന്ന സമയത്ത് ഈ ഒരു സിങ്കോ ബ്രെത്ത് ഇൻഹേലർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു മരുന്ന് ഇതിൽ നിന്ന് കഴിഞ്ഞിരിക്കും. ഇങ്ങനെയാണൊരു സിങ്കോ ബ്രെത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായി ഷേക്ക് ചെയ്യുക, മൗത്ത് പീസ് ഉറക്കുക, വായിലേക്ക് വെക്കുക, നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് എന്നുള്ളൊരു സൗണ്ട് വരും. അതുപോലെ തന്നെ മരുന്ന് നമ്മുടെ വായിക്കകത്തേക്ക് എത്തിയെന്ന് ഉറപ്പതിന് ശേഷം മാത്രം എടുക്കുന്നത് നിർത്തുക. ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക, മൗത്ത് പീസ് കവർ അടയ്ക്കുക, മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലർ എങ്ങനെ ഉപയോഗിക്കാം, അത് സ്പേസറുമായി കണക്ട് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സിങ്കോ ബ്രെത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.